പത്തനാപുരത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ശബരി കുടിവെള്ള പദ്ധതി പകുതി വഴിയിൽ ഉപേക്ഷിച്ചു. കെ.ബി. ഗണേഷ് കുമാർ വനം മന്ത്രിയായിരിക്കെ ആരംഭിച്ച പദ്ധതിയാണ് സർക്കാർ പണം അനുവദിക്കാത്തതിനാൽ മുടങ്ങിയത്. സ്ഥലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടവും കുളവുമെല്ലാം കാടുകയറി നശിച്ചെന്നും റിപ്പോർട്ടുണ്ട്. പത്തനാപുരം മണ്ഡലത്തിലെ പിറവന്തൂരിലാണ് കുടിവെള്ളത്തിനായി ശബരി പദ്ധതി ആരംഭിച്ചത്. ലിറ്ററിന് 10 രൂപയിൽ കുറഞ്ഞ നിരക്കിൽ ശുദ്ധമായ കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ഉദ്ദേശം. ഇതിനായി പിറവന്തൂർ പഞ്ചായത്തിൽ വനം വകുപ്പിന് സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലത്ത് കെട്ടിടവും വെള്ളമെടുക്കാനുള്ള കുളവും നിർമ്മിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴായിരുന്നു ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നഷ്ടമായത്. ഇതോടെ പദ്ധതി നിലച്ചു. ബിൽഡിങ്ങിന്റെ പണി ഏകദേശം എല്ലാം പൂർത്തീകരിച്ച് ഇട്ടിരിക്കുന്നു. 60 ലക്ഷം രൂപയോളം ഇതിന് ചെലവായി പണി പൂർത്തീകരിച്ചിട്ടിരിക്കുകയാണ്. ബാക്കി മെഷീനറി ഇതുവരെ എത്തിയിട്ടില്ല. അത് എത്രയും വേഗം നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നടപടി ഒരു ഫാക്ടറി ആരംഭിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെ 60 ലക്ഷം രൂപ മുടക്കി ഫാക്ടറി പണി പൂർത്തീകരിക്കുകയും കുളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷമാണ് പരിസ്ഥിതി വകുപ്പിന്റെ കാരണം പറഞ്ഞ് ഈ പണി തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. വനംവകുപ്പിന്റെ അഭിമാന പദ്ധതി എന്ന നിലയിലായിരുന്നു ഇത് ആവിഷ്കരിച്ചത്. പദ്ധതി പാതിയിൽ നിലച്ചതോടെ ഇവിടെ നിർമ്മിച്ച കെട്ടിടവും കുളവുമെല്ലാം കാടുമൂടി. UDF ഇട്ടതോടെ സർക്കാർ പത്തനാപുരം മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കുന്നില്ല എന്നാണ് MLA കെ.ബി. ഗണേഷ് കുമാറിന്റെ ആരോപണം. എന്നാൽ വൻകിട കുടിവെള്ള കമ്പനികളിൽ നിന്നുള്ള എതിർപ്പാണ് പദ്ധതി മുടങ്ങാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.